നവംബർ 13 വിശുദ്ധ നിസ്ലോ കോസ്തിക്കായുടെ തിരുനാളിൽ ആഗോളസഭ. പോളണ്ടിലെ കുലീനനും പ്രശസ്തനുമായ ഒരു സെനറ്ററുടെ മകനായിരുന്നു നിസ്ലാസ്. അവനെ അമ്മ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ അമ്മയുടെ വയറ്റിൽ ഈശോ എന്ന തിരുനാമം പ്രകാശലിഖിതമായി കാണപ്പെട്ടു. അവൻ ഈശോ സഭയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അമ്മയ്ക്ക് തോന്നി. 14-ാമത്തെ വയസ്സിൽ നിസ്ലാസും സഹോദരൻ പോളും ഒരു ട്യൂട്ടറും ഒരുമിച്ച് വിയന്നയിൽ പഠിക്കാൻ പോയി. പോളും ട്യൂട്ടറും കളിയും ഉല്ലാസവുമായി കഴിഞ്ഞുകൂടി. വിയന്നയിൽ അവർ താമസിച്ചിരുന്നത് ഒരു ലൂതറൽ ഭവനത്തിലായിരുന്നു. അവിടെ വെച്ച് നിസ്ലാസ് കളികളിൽ ചേരാതിരുന്നതുകൊണ്ട് ആ സന്യാസി സഹോദരനെ പലപ്പോഴും പോൾ ഞെരുക്കിയിരുന്നു. ഈ മാനസിക ക്ലേശത്താൽ സ്റ്റെനിസ്ലാസ് മരിക്കത്തക്ക നിലയിലെത്തി. ആ ലൂതറൽ ഭവനത്തിൽ യുവാവിന് അന്ത്യകുദാശകൾ നിഷേധിക്കപ്പെട്ടു. വിശുദ്ധ ബാർബര അവന് വിശുദ്ധ കുർബാന നൽകി. ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് ഈശോസഭയിൽ ചേരാൻ പറഞ്ഞുകൊണ്ട് അവനെ പൂർണ്ണമായി സുഖപ്പെടുത്തി എന്നാണ് പാരമ്പര്യം. പിതാവിന് ഈശോസഭക്കാരോടുള്ള എതിർപ്പ് നിമിത്തം സ്റ്റെനിസ്ലാവ് ഈശോസഭയിൽ ചേരാൻ പിതാവിന് താൽപ്പര്യമില്ലായിരുന്നു. അതിനാൽ അവൻ ഒരു ദിവസം ഭിക്ഷുവേഷം ധരിച്ച് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് 720 കിലോമീറ്റർ നടന്ന് ഓക്സ്ബർഗിൽ വിശുദ്ധ പീറ്റർ കനീഷ്യസിന്റെ അടുക്കലെത്തി. അവിടെ നിന്ന് 1280 കിലോമീറ്റർ കൂടി നടന്ന് റോമായിലെത്തി. അന്നത്തെ ജനറൽ വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയ അവനെ ഈശോസഭയിൽ ചേർത്തു. അവന്റെ പ്രസന്നമായ വിശുദ്ധിയും വാനവസദൃശ്യമായ നൈർമല്യവും അവനെ എല്ലാവരുടെയും പ്രിയപാത്രമാക്കി. ആരോഗ്യം അത്ര മെച്ചമല്ലായിരുന്നെങ്കിലും പ്രായശ്ചിത്ത പ്രവർത്തികളിൽ അവൻ മുൻപന്തിയിൽ നിന്നു. നവസന്യാസത്തിന്റെ 10-ാം മാസം അവന്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ലോറൻസിനോട് നിസ്ലാസ് പ്രാർത്ഥിച്ചു. സ്വർഗാരോപണ തിരുനാൾ ദിവസം മരിക്കാനുള്ള ഭാഗ്യം വാങ്ങിക്കൊടുക്കണമേ എന്നാണ് അവൻ ആവശ്യപ്പെട്ടത്. ആഗസ്റ്റ് 12-ാം തീയതിയോടുകൂടി സ്റ്റെനിസ്ലാസിന് പനി പിടിപെട്ടു. റെക്ടറച്ചൻ സ്വർഗാരോപണ തിരുനാളിന്റെ ആഘോഷപൂർണമായ ദിവ്യബലി ആരംഭിച്ചപ്പോൾ തന്നെ നിസ്ലാസ് തന്റെ ആഗ്രഹപ്രകാരം സ്വർഗപിതാവിന്റെ വിളി കേട്ട് ഈ ലോകത്തിൽ നിന്നും യാത്രയായി. വിശുദ്ധ നിസ്ലോ കോസ്തിക്ക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.